പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശു ഒരു കിണറിൻ്റെ സൈഡിൽ ഇരുന്നു. ഒരു സമരിയാക്കാരി സ്ത്രീയെ നോക്കി യേശുനാഥൻ ഇരിക്കുകയാണ്. 6-ാം മണിക്കൂറിൽ നമുക്ക് ആ വചനം ശ്രവിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 6 മുതലുള്ള തിരുവചനം. യാത്ര ചെയ്ത് ക്ഷീണിച്ച് യേശു കിണറിൻ കരയിൽ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. ഹല്ലേലൂയ. ഈ സമയം സമരിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. ഒരു സമരിയാക്കാരി പാപം ചെയ്ത് തെറ്റായ വഴിയിലൂടെ നടക്കുമ്പോൾ യേശുനാഥൻ അവളെ കാത്ത് ഒരു കിണറിൻ്റെ സൈഡിൽ നട്ടുച്ചയ്ക്കിരുന്നു. ചൂടത്ത് ഒരാത്മാവ് നഷ്ടപ്പെട്ടു പോകാതെ രക്ഷ പ്രാപിക്കണമെന്നുള്ള യേശുനാഥൻ്റെ ആഗ്രഹം അവളെ രക്ഷിക്കുകയാണ്. അടുത്ത വചനം. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ ഒരിക്കലും ദാഹിക്കുകയില്ല. അതാണ് നമ്മുടെ ദൈവമായ കർത്താവ്. കർത്താവിൻ്റെ ജലം, കർത്താവിൻ്റെ രക്തം, കർത്താവിൻ്റെ ശരീരം നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമുക്ക് ദാഹമുണ്ടാകില്ല, വിശപ്പുണ്ടാകുകയില്ല. കർത്താവിനോട് ചേർന്നല്ലോ. പിതാവായ ദൈവമേ, പുത്രൻ്റെ ഈ വചനം ഞങ്ങളുടെ കുടുംബങ്ങളെ ഒരുക്കണമേ. കുടുംബ സമാധാനം ഉണ്ടാകണമേ. ഭാര്യഭർത്താക്കന്മാരും മക്കളും ഒരു കുടക്കീഴിൽ ഒലിവ് തൈ പോലെ മേശയ്ക്ക് ചുറ്റുമിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ആവേ മരി.